കേരള ലോട്ടറിയിൽ ശരിക്കും വിന്നർ ആരാണെന്നറിയാം. സത്യത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആളൊന്നുമല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ് ശരിക്കുള്ള വിന്നർ. നമുക്ക് ഓണം ബമ്പർ 2025 കണക്കൊന്ന് നോക്കാം. 75 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഒരു ടിക്കറ്റിന് 500 രൂപ വെച്ച്. ഒരു ടിക്കറ്റിന്റെ GST 40%, അതിൽ 20% സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്. അതായത് ഒരു ടിക്കറ്റിൽ നിന്ന് 71 രൂപ 43 പൈസ. അപ്പോൾ 75 ലക്ഷം ടിക്കറ്റിൽ നിന്ന് 53 കോടി 57 ലക്ഷം രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ലഭിക്കും. ഇനി സമ്മാനത്തിനുള്ള ഇൻകം ടാക്സ് 10,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സമ്മാനത്തിനും 30% ഇൻകം ടാക്സ് വരും. സർചാർജും സെസ്സും വേറെ. ഒന്നാം സമ്മാനം 25 കോടി, അതിൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്നത് 8 കോടി 77 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്, അതിൽ നിന്നും ആകെ കിട്ടുന്നത് 6 കോടി 17 ലക്ഷം രൂപ. അപ്പോൾ സമ്മാനങ്ങളിൽ നിന്നും മൊത്തം 14 കോടി 95 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്. GSTയുടെ 53 കോടി 57 ലക്ഷം രൂപ കൂടി ചേർത്താൽ സെൻട്രൽ ഗവൺമെന്റിന് മൊത്തം കിട്ടുന്നത് 68 കോടി 52 ലക്ഷം രൂപയിലധികമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക, മലയാളികൾ എല്ലാവരും കൂടി ടിക്കറ്റ് വാങ്ങുന്നു, പക്ഷേ ലോട്ടറി ശരിക്കും അടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇതുപോലുള്ള ഫിനാൻസ് ടിപ്സ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.